ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുളക് ചുട്ടരച്ചിട്ട് നല്ലൊരു മാങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം മാങ്ങയുടെ സീസണൊക്കെയാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് അറിയുന്നവരൊക്കെ ഉണ്ടാവും, അറിയുന്നവരൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് വരുമ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാൻ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്കൊരു 7 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചുട്ടെടുക്കുക എന്ന് പറഞ്ഞല്ലോ, ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കനലിൽ ചുട്ടെടുക്കാമെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ടേസ്റ്റി ആവും. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിലാണ് ഇതിങ്ങനെ ഇതിലിട്ടിട്ടൊന്ന് ചുട്ടെടുക്കുകയാണ്. ചുട്ടെടുക്കുന്ന രീതിയിലൊന്ന് അതിൻ്റെ കളറ് ഒരു ബ്ലാക്ക് കളറാവുന്ന രീതിയിൽ അതുവരെ ഒന്ന് ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനലിൽ ചുട്ടെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, അതാവും കൂടുതൽ ടേസ്റ്റ് വരിക. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് കറുത്ത കളറായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പെട്ടെന്ന് തന്നെ മാറ്റണം, അല്ലെങ്കിൽ ഓവറായിട്ട് കരിഞ്ഞു പോവും. ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ചതക്കുന്ന ആ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ മാങ്ങത്തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ പീസായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് അധികം പുളി ഇല്ലാത്ത മാങ്ങയാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിക്കൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3 ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട്, അത്യാവശ്യം വലിയ ചെറിയുള്ളിയാണ്, അപ്പോൾ 3 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. കൂടുതൽ സ്മൂത്തായി അരച്ചെടുക്കുന്നു വേണ്ട, അതായത് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചമ്മന്തിയിലേക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്രയും മതിയാവും. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്, ചെറിയ തരിതരിയോടുകൂടെ ഇതുപോലെ അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ഇതറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് മാങ്ങയും വറ്റൽമുളകൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഫോട്ടോ എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.